അയ്യോ, പോലീസ് മാഡം, അങ്ങനെ ചെയ്യരുത്. നീയൊരു പോലീസുകാരിയാണെന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നു. അപ്പോ നിനക്ക് കരാട്ടയും കുങ്ഫു ഒക്കെ അറിയാമെന്ന് തോന്നല്ലോ. പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ആരെയും അനാവശ്യമായി വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നേരിട്ട് ആക്രമിക്കാതെ ഞങ്ങൾ വന്നത്, അതും ഒരു സെന്റിമെന്റൽ ഡ്രാമ കളിച്ചിട്ട്. നിനക്കറിയോ മാഡം, ഈ ലോകത്ത് പണം പോലും ഒന്നുമല്ല. പക്ഷേ ഒന്നുണ്ട്, വികാരം. എനിക്കാണെങ്കിൽ അത് വേണ്ടുവോളമുണ്ട്. നിനക്കറിയോ, ചിലർ നിന്നെപ്പോലെ പറഞ്ഞാൽ അനുസരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. ACP മാഡത്തിനൊരു പ്രോത്സാഹനം കൊടുക്കടാ. അതും പറഞ്ഞ് നേതാവ് തന്റെ ആളുകളെ ഒന്ന് പ്രത്യേകം നോക്കി. ഉടനെ അവന്റെ കൂട്ടാളികളിൽ ഒരാൾ താഴെ 2 നിരയായി നിൽക്കുന്നവരിൽ നിന്ന് മുമ്പിലത്തെ ആളെ പിടിച്ചുകൊണ്ടുവന്നു. ആ ബാങ്ക് കൊള്ളക്കാരെ പോലെ സാധാരണ കള്ളന്മാരായാണ് അവൾ ആദ്യം ഇവരെയും കരുതിയത്. പക്ഷേ ഇവരെല്ലാം ജയിൽ ചാടി വന്നവരാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഇന്നലത്തെ മഴയിൽ ഫോൺ നനഞ്ഞ് സ്വിച്ച് ഓഫ് ആയതിനാൽ തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ട്രക്കിലും ബസ്സിലും മാറി മാറി വന്ന സംഘം ഒടുവിൽ എങ്ങനെയോ ഇവിടെ എത്തിയതാണ്. എന്താ പോലീസ് മാഡം, ഞാൻ പറഞ്ഞത് കേട്ടോ? ഇനിയും ഇവിടെ തന്നെ നിൽക്കുകയാണേൽ ഇനിയും ഇതുപോലെയുള്ളത് നടക്കും. ഞാൻ ശരിക്കും വളരെ നല്ലയാളാണ്. നീ ഞാൻ പറഞ്ഞതനുസരിച്ച് നിന്നാൽ നല്ലത്. അല്ലെങ്കിൽ നീ ഒരാൾ കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ മിനിറ്റും ഓരോരുത്തർക്കും ഇതുപോലുള്ള അപകടം പറ്റും. നേതാവ് അവളെ ഭീഷണിപ്പെടുത്തി. അന്ന് ഇതിലേറെ ഭയക്കാനുണ്ടായിരുന്നു. പക്ഷേ ഋഷി അന്ന് എല്ലാവരോടും ഒരു ഭയവുമില്ലാതെ പൊരുതി നിന്നു. എന്നാലും ഇന്നൊരു പ്രശ്നം പോലും ഉണ്ടാകാൻ നിൽക്കാതെ ഓടിപ്പോയതെന്തിനാ? അതാലോചിച്ച് ഗൗരി കുഴങ്ങി. അന്ന് ബാങ്കിൽ വന്നപ്പോൾ ഋഷിൻ തനിച്ചായിരുന്നു. അതുകൊണ്ടവൻ ധീരതയോടെ കൊള്ളക്കാർക്കെതിരെ നിന്നു. പക്ഷെ ഇന്ന് ശ്രീലക്ഷ്മിയോടെ ഉണ്ടായിരുന്നതിനാൽ അവളെ ആദ്യം സംരക്ഷിക്കണമെന്ന് അവൻ ചിന്തിച്ചോ? ഗൗരി എത്ര ചിന്തിച്ചിട്ടും കാര്യം മനസ്സിലായില്ല. ഏയ്, മാഡത്തിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലോ. ഡാ, ഇവന്റെ കയ്യിലെ ഞരമ്പ് മുറിക്ക്. അപ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാവും. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ, നേതാവ് പറഞ്ഞു. അത് കേട്ട് കയ്യിൽ ചോരയുമായി നിന്നവൻ ഭയന്ന് താഴെ മയങ്ങി വീണു. അത് കണ്ട് ആ സംഘം ഉറക്കെ ചിരിച്ചു. ഛേ, ഇവൻ ശരിക്കും ഒരു ഭീരുവാണല്ലോ. ചോര കണ്ടപ്പോൾ തന്നെ അവൻ മയങ്ങി വീണു. നീ അടുത്തയാളെ പിടിച്ച് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. വരിയിൽ 2ാമത് നിൽക്കുന്ന ആളെ നോക്കി നേതാവ് പറഞ്ഞു. അത് കേട്ട് അവിടെ നിന്നയാൾ വിറച്ചു. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. ഈ ജിതിൻ വിളിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ ഇവരുടെ കൂടെ വന്നത്. ഇങ്ങനെ ഒരുമിച്ച് വന്ന അപകടത്തിൽപ്പെടുമെന്ന് ഞാൻ സത്യമായും അറിഞ്ഞിരുന്നില്ല. ആ മനുഷ്യൻ കരയുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. ഗൗരിയുടെ കാലുകൾ യാന്ത്രികമായി പടിയിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയി. ഇത് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. നിന്നെപ്പോലെ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നേതാവ് ബസിന്റെ വാതിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി ഓരോ സ്റ്റെപ്പ് പിന്നിലേക്ക് വെക്കുമ്പോൾ അയാൾ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അവളുടെ തലച്ചോർ ഭ്രാന്തമായി പ്രവർത്തിച്ചു. എങ്ങനെയെങ്കിലും ഒച്ചയുണ്ടാക്കാതെ അവനെ അകത്ത് വെച്ച് തീർക്കണം. പിന്നെ പുറത്തുള്ള 4 പേരെയും കൈകാര്യം ചെയ്യണം. എനിക്ക് ഒറ്റയ്ക്ക് അതിന് കഴിയൂ. അത് ആലോചിക്കുമ്പോൾ ബാങ്ക് കവർച്ചയ്ക്കിടെ ഋഷിന് മൊത്തമുള്ള അടിയാണ് ഓർമ്മ വന്നത്. അവൾ ഈ ആശയമായി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അവൾ ബസിന്റെ പിൻ സീറ്റിൽ പോയി മുട്ടിനിന്നു. അതിൽ കൂടുതൽ നീങ്ങാൻ കഴിയാതെ അവൾ സ്തംഭിച്ചു നിന്നുകൊണ്ട് നേതാവിനെ നോക്കി. ഈ സുന്ദരിയായ പോലീസുകാരുടെ തലയിൽ ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അടുത്ത നിമിഷം ആരോ അവന്റെ കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ചു. നേതാവ് ഞെട്ടി തിരിഞ്ഞു നോക്കി. പുറകിൽ ഋഷിൻ നിന്നിരുന്നു. ഏയ്, നീ ഞങ്ങളെ പേടിച്ച് ബസ്സിൽ നിന്ന് ഓടിപ്പോയനല്ലേ? ഇപ്പൊ എങ്ങനെ ഇവിടെ വന്നോ? ദേഷ്യത്തോടെ നേതാവ് ചോദിച്ചപ്പോൾ അവർക്ക് പിറകിൽ വാഹനത്തിന്റെ ഡോർ അടച്ചത് കണ്ടു. നിന്റെ കയ്യിൽ ആ പച്ച കുത്തിയത് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അവസാനം ഇത് തന്നെ നടക്കുമെന്ന് എനിക്കറിയാം. കൊള്ളയടിക്കണമെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഋഷി, അവന്റെ കൂടെയുള്ള ആളുകൾ പുറത്തുണ്ട്, ഗൗരി പരിഭ്രമത്തോടെ പറഞ്ഞു. ഋഷിയുടെ മുഖത്ത് യാതൊരു പ്രതികരണവുമില്ല. അവനിപ്പോൾ അയാളുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗത്തേക്ക് നോക്കി കാൽമുട്ടുകൊണ്ടിടിച്ചു. അസഹനീയമായ വേദനയിൽ അയാൾ വയറ് പൊത്തി താഴേക്ക് വീണു. അതേസമയം പുറത്തുള്ള അയാളുടെ ആളുകൾ ബസിന്റെ വാതിൽ തകർക്കാൻ തുടങ്ങി. ഋഷി നിസ്സംഗനായി നിൽക്കുന്നത് കണ്ട് ഗൗരിക്കൊന്നും മനസ്സിലായില്ല. ഋഷി, നീ എങ്ങനെ ഇവിടെ എത്തി? അവൾ ഞെട്ടലോടെ ചോദിച്ചു.
ഋഷി മറുപടി പറയാതെ തിരിഞ്ഞ് വാതിലിന് മുന്നിൽ പോയി നിന്നു. അവന്റെ മുഖം കാണുമ്പോൾ ഒരുപാട് ക്ഷീണിതനായി തോന്നി. ഡോറ് തല്ലി തകർത്ത് അകത്ത് വന്നവർ തൊട്ടുമുന്നിൽ അരയിൽ കൈവച്ച് വീരനായകനെ പോലെ നിൽക്കുന്ന ഋഷിനെ കണ്ടു ഞെട്ടി. തങ്ങൾ എല്ലാവരും പുറത്ത് കാവൽ നിൽക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ബസ്സിനുള്ളിൽ കയറിയതെന്ന് അവർക്ക് മനസ്സിലായില്ല. അതിലൊരാൾ ഋഷിന്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ നേതാവ് താഴെ കിടക്കുന്നത് കണ്ടു. അണ്ണാ, അവൻ നമ്മുടെ ബോസിനെ അടിച്ചിട്ടു! അവൻ വായിൽ തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഋഷിനെ ശകാരിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവർ ആയുധമെടുത്ത് ഋഷിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഋഷിൻ അതിനനുസരിച്ച് ട്രാവലറിനുള്ളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇരുവശത്തുമുള്ള സീറ്റുകളിൽ പിടിച്ച് അവൻ നടന്നു. അതിനിടയിൽ അയാളുടെ ശ്രദ്ധ മാറിയ സമയം അവൻ വാൾ പിടിച്ച കൈയിലേക്ക് നോക്കി ഇടിച്ചു. അതോടെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാൾ ജനലിലൂടെ പുറത്തേക്ക് വീണു. ഋഷി ഉയർന്ന് ചാടി 2 കാലും അയാളുടെ കഴുത്തിലിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ അടുത്തയാൾ ഹാക്സോ എടുത്ത് ഋഷിന്റെ വയറ്റിലടിച്ചു. അത് അവന്റെ ഷർട്ട് കീറി ഒരു ചെറിയ പോറൽ അവശേഷിപ്പിച്ചു. അവൻ വീണ്ടും ഹാക്സോ കൊണ്ടുവന്നു. ഋഷിൻ കുനിഞ്ഞ് അവന്റെ അരക്കെട്ടിൽ പിടിച്ച് വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്ക് ഫുൾ സ്പീഡിൽ തള്ളിയിട്ടു. ഇതെല്ലാം കണ്ട് പുറത്തു നിന്നവർ ഋഷിക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന ആശ്ചര്യത്തോടെ നിന്നു. എന്നാൽ അവന്റെ ഫൈറ്റ് നേരത്തെ കണ്ടറിഞ്ഞ സിദ്ധാർത്ഥ് അവനെ പ്രോത്സാഹിപ്പിച്ചു. ആ, അങ്ങനെ തന്നെ, അവനെ ഇടിക്ക്, മറ്റവനെ ചവിട്ട്! സിദ്ധാർത്ഥ് ഋഷിനോട് അലറി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഋഷിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. നേതാവും മറ്റു 3 പേരും വീണ് കിടക്കുന്നത് കണ്ട് അടുത്തയാൾ ചെറുതായി പരിഭ്രാന്തനായി. എന്നാലും അത് മറച്ചു വെച്ച് കയ്യിലിരുന്ന കത്തി ഋഷിന്റെ കണ്ണിലേക്ക് ലക്ഷ്യമാക്കി അവനിൽ നിന്ന് ഏതാനും ഇഞ്ച് അകലെ നിന്നെറിഞ്ഞു. എന്നാൽ അതിവേഗത്തിൽ ആ കത്തി പിടിച്ചെടുത്ത് കള്ളന്റെ തോളിൽ തന്നെ കുത്തിയിറക്കിയ ഋഷിന്റെ വേഗതയിൽ എല്ലാവരും അവിശ്വസനീയതയോടെ കണ്ണു ചിമ്മാൻ മറന്നു നിന്നു. ഇപ്പോൾ അവിടെ ഋഷിൻ മാത്രം അവശേഷിച്ചു. എല്ലാവരും സമാധാനത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. ഞെട്ടിത്തിരിഞ്ഞ് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഋഷിന്റെ തോളിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടു. ഋഷിനെ ലക്ഷ്യമിട്ട് ആ കൊള്ളസംഘത്തിലെ നേതാവാണ് ആ വെടിയുതിർത്തത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു പോലീസുകാരന്റെ തോക്കും അവൻ മോഷ്ടിച്ചിരുന്നു. ഋഷി! ശ്രീലക്ഷ്മിയും പ്രയാഗയും ഏതാണ്ട് ഒരേ സമയം അലറി വിളിച്ചു. അപ്പോഴേക്കും ഋഷിന് നേരെ അയാൾ രണ്ടാമതും വെടിയുതിർത്തിരുന്നു. ഋഷിൻ എന്ന് വിളിച്ചുകൊണ്ട് ഭവീൻ ട്രാവലറിനുള്ളിലേക്ക് പാഞ്ഞു കയറി ഋഷിനെ പിടിച്ചു വലിച്ചു. എന്നാൽ അപ്പോഴേക്കും ഋഷിന്റെ മുതുകിൽ ഒരു വെടിയുണ്ട കൂടി തുളച്ചു കയറി. അയാൾ തോക്കുമായി അവരുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ദേഷ്യം കൊണ്ട് വിറച്ച ഭവീൻ അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി വീഴ്ത്തി. താഴെ കുഴഞ്ഞു വീണ അവനെ ദേഷ്യം തീരുന്നവരെ ചവിട്ടി മെതിച്ചു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഗൗരി ആ തോക്ക് തട്ടിയെടുത്ത് അവന്റെ കൈ പിടിച്ചോടിച്ചു. അപ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് കയറിയ ഋഷിൻ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വീണപ്പോൾ അവന്റെ അടുത്തേക്ക് ശ്രീലക്ഷ്മി ഓടി വരുന്നത് കണ്ടു. കണ്ണടയ്ക്കുമ്പോൾ അവസാന കാഴ്ച അതായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഋഷിൻ ഹോസ്പിറ്റലായിരുന്നു. അവനു മുൻപിൽ ശ്രീലക്ഷ്മി ഒരു മങ്ങിയ പെയിന്റിംഗ് പോലെ ആശങ്ക നിറഞ്ഞ മുഖത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിലും അവളെ കാണാൻ നല്ല സുന്ദരിയായി ഋഷിന് തോന്നി. അവൻ അവളെ നോക്കി. ശ്രീലു, ബേബി എന്ന് പതിയെ വിളിച്ചു. അവൻ കണ്ണുകൾ തുറക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മി വേഗം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ഓടി വന്നു. കരച്ചിൽ വന്നിട്ട് അവൾക്ക് ഒരക്ഷരം പോലും സംസാരിക്കാനായില്ല. അവൾ കണ്ണീരോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ അവൾ അനുഭവിക്കുന്ന വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ലായിരുന്നു. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് ശ്രീലക്ഷ്മി അവന്റെ ചുണ്ടിൽ മെല്ലെ ചെവി ചേർത്തു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.